നോക്കി 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 അതെന്താ നല്ല വെയിലാണ്. ആരാണ് ഇവിടെ മഞ്ഞുണ്ടെന്ന് പറഞ്ഞേ? അവര് ഞാൻ ഇപ്പൊ കണ്ട ശരി. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മലക്കപ്പാറയിലാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ മുമ്പ് ഈ സെയിം സ്ഥലത്ത് വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വരുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് കടകൾ തന്നെ കുറേ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിനും കേരളത്തിനും നടുക്കുള്ള ആ ഒരു ബോർഡറിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്. ഞാൻ അങ്ങനെ നടക്കട്ടെ? ഞാൻ തമിഴ്നാട്ടിൽ പോട്ടേടി. പൊക്ക മോനുണ്ട് എൻ്റെ കൂടെ തമിഴ്. പിള്ളേരെ പിടിക്കണം. എല്ലാവരും പിടിക്കണമല്ലേ? എന്നെ മാത്രം വിടൂല. പിടിക്ക് അങ്ങോട്ട് എടുക്കാം. നല്ല തമിഴ്നാട്ടിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ എത്താനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു മെത്തേഡാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, സേഫ്റ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളൂ. അത് കാരണം ഞങ്ങൾ ഉപയോഗിച്ചത് KSRTC ആണ്. ഞങ്ങൾ രാവിലെ 5:30 തുടങ്ങിയ യാത്രയാണ് കേട്ടോ. ഞങ്ങൾ ആലുവയിൽ നിന്നാണ് ബസ് കയറി നേരെ അങ്കമാലിയിൽ ചെന്നു. ഇച്ചിരി ലേറ്റായിരുന്നു. നമ്മൾ ചാലക്കുടിയിൽ ഡയറക്റ്റ് ബസ് നോക്കിക്കുന്ന ചിലപ്പോൾ ഈ മലക്കപ്പാറ ബസ് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മൾ നേരെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി പോയി. അങ്കമാലിയിൽ നിന്ന് ചാലക്കുടി ബസ് എടുത്താണ് നമ്മൾ പോയത്. രാവിലെ 8 മണിക്കാണ് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു ബസ് പുറപ്പെടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കാടും മേടും എന്താ പറയുക, ഒരു നല്ലൊരു ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് KSRTC ചൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ കാണുന്ന തേയിലത്തോട്ടം മൊത്തം കാണാനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ട്. അതാണ് ഈ ഒരു പ്ലേസ്. മുമ്പ് മലക്കപ്പാറ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾക്ക് ഇടയ്ക്കൊന്ന് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്യാനും ബാത്റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്ത് ഭംഗിയുള്ളൊരു പ്ലേസാണെന്ന് നോക്കിയാൽ. ഇതെന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഇത്തവണ പോയാലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോൾ നമുക്ക് ആ ഒരു കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനിതേ ഇത് കണ്ടില്ലേ, ഇത് എവിടം വരെ കിടക്കണ്ടെന്ന് നമുക്ക് അവിടെ ചെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ ഷോളയാർ ഡാം വരുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എത്ര നീണ്ടു കിടക്കുന്ന എത്ര ഭംഗിയുള്ളൊരു പ്ലേസാണ്. ഇവിടെ എത്തുമ്പോഴാണ് നമുക്കൊരു ഇച്ചിരി സന്തോഷം വരുന്നത്. ഓ, മലക്കപ്പാറ എത്താറായി എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ട്. അത്യാവശ്യം നല്ല യാത്രയുള്ള ഒറ്റ കാരണവും കൊണ്ട് ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ബോറടിയും മാറും. ഇത്തവണ KSRTCയിൽ നല്ല കിടിലൻ പാട്ടുകളൊക്കെ ഇട്ടാണ് പോയത്. ഷോളയാർ ഡാം കണ്ടതിൻ്റെ സന്തോഷം ഉമ്മാൻ അറിയിച്ച് അതൊന്ന് പ്രകടിപ്പിച്ചതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. നല്ല ബ്ലോക്കായിരുന്നു. വിറച്ച് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 12:30 ആ ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇത്രയും ഭംഗിയിൽ കിടക്കുന്ന കുറേ തേയിലത്തോട്ടങ്ങളും കണ്ടാണ് ഞങ്ങൾ മലക്കപ്പാറയിലേക്ക് എത്തുന്നത് കേട്ടോ. ഇതെങ്ങനെയാ? KSRTCയിലാണ് കേട്ടോ. നമ്മൾ ചാലക്കുടിയിൽ നിന്ന് KSRTC മലക്കപ്പാറ ബസ് കയറിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത്. എത്ര മണിയായി? 12:10 12:30 12:50 ആ സെയിം വണ്ടി തന്നെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിന് പോകുന്നില്ല. നമ്മൾ 5:10 വേറൊരു വണ്ടി വരുന്നുണ്ട്. എന്നെ കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല നീറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി ആസ്വദിച്ച ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറച്ചി കഷ്ണം മുതൽ എല്ലാവരും ഈ ഒരു വെള്ളച്ചാട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ചെന്നപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് ഞങ്ങൾ നേരെ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയത്. പപ്പടം ഉണ്ട്, സാമ്പാറുണ്ട്, കണ്ടില്ലേ സ്നേക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ച് വന്നിട്ട് 5:10 വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ റീൽസ് എടുത്തുന്നതിന് ഈ ഒരു പ്ലേസ് മാത്രം നോക്കി ഇവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയാത്തത് കൊണ്ടും കുട്ടികളൊക്കെ ഉള്ള കാരണം നമുക്ക് സേഫായിട്ടുള്ളൊരു യാത്രയാണ് പ്രതീക്ഷിക്കുന്നത്. ഷോളയാർ ഡാമിൻ്റെ സൈഡിൽ തന്നെയുള്ള കുറച്ച് ചെറിയ കടകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ ഉപ്പും മുളകിട്ട മാങ്ങ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമീനൊക്കെ പൊരിച്ചവിടെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി കുറേ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങളിതേ മാങ്ങയാണ് ഫസ്റ്റ് വാങ്ങിയത്. കണ്ടില്ലേ, ഓരോ ഗ്ലാസ്സിൽ കുറേ മുളകും
ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് നമുക്ക് നേരെ ഷോളയാർ ഡാമിൻ്റെ അകത്തേക്ക് കയറാം. നമ്മളപ്പം മാങ്ങ കടിച്ച് എവിടെ നിൽക്കുന്ന ഷോളയാർ ഡാമിൽ. നമുക്കകത്തേക്ക് നല്ല പൊരിഞ്ഞ വീടാണ്. നിറഞ്ഞു കിടന്നപ്പോഴാണ് നമ്മൾ വന്നത്. ഇത്തവണ വന്നു പാർക്കാ പാർക്കല്ലേ അത്? ചേട്ടൻ പറഞ്ഞത് ശരിയാ, ഇവിടെ ഒന്നുമില്ല. നമ്മളങ്ങനെ വാൽപ്പാറക്ക് പോയത് ഓട്ടോയില്. ഇപ്പൊ നമ്മൾ ഷോളയാറിൽ നിന്നാണ് വാൽപ്പാറക്ക് പോണത്. നമുക്ക് എന്തായാലും ബസ് വരാനായിട്ട് 5:10-15 ആ സമയം കൊണ്ട് നമുക്ക് തിരിച്ചെത്താം. ഇപ്പൊ നമ്മൾ മലക്കപ്പാറയിൽ നമ്മൾ ജസ്റ്റ് ഷോളയാർ ഡാം വരെ നമ്മൾ ഓരോ ഓട്ടോയിലാണ് ഇവിടെ വരെ എത്തിയത്. ചേട്ടൻ്റെ നമ്പർ വാങ്ങിയായിരുന്നു. നമ്മളിപ്പോൾ എന്താ തിരിച്ച് വാൽപ്പാറക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായ ഒരു വാൽപ്പാറ യാത്രയാണ് അല്ലേ. ബാക്കിൽ ഷോളയാർ ഡാമാണ്. ഇപ്പോൾ വാൽപ്പാറ മാർക്കറ്റിലാണുള്ളത്. ഡീസൽ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറിയൊക്കെയാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് കാണേണ്ടത്. നല്ല എന്താ പറയുക, കൂടുതലും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസും എനിക്ക് തോന്നി. അതുപോലെ തന്നെ കുറേ കോലുണ്ടാക്കുന്ന പൊടിയാണെന്ന് തോന്നുന്നു. പല കളറിലെ പൊടികൾ ഇങ്ങനെ കെട്ടി ചെറിയ ചെറിയ കവറിൽ കെട്ടി വെച്ചേക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു മാർക്കറ്റിലൂടെ പോകുന്നത്. ഒരു ഉള്ളിക്കടയിലാണെങ്കിലും ഒരു പൂക്കടയിലാണെങ്കിലും എവിടെയായാലും ആ ഒരു കെട്ടുള്ള കവറുകൾ ഞാൻ കുറേ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് സ്വയം തോന്നിയതാണ് ഈ എന്താ പറയുക, കോലിടാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന മെയിൻ ഐറ്റം ഉണ്ടല്ലോ, ഇതേപോലെ കെട്ട് നിറച്ച് പല കളറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് അത്യാവശ്യം റഷുള്ളൊരു ഏരിയ ആയിരുന്നു ഇത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി നേരെ വാൽപ്പാറയിൽ നമുക്കിനി കാണാൻ വല്ലതുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകേണ്ടത്. ഓട്ടോയിലായ കാരണം അത്യാവശ്യം സ്ലോലിയാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. മലക്കപ്പാറ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും വിസ്താരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുള്ളത് വാൽപ്പാറയിലാണ്. മലക്കപ്പാറ വിസിറ്റ് ചെയ്യണവർ മസ്റ്റായിട്ട് വാൽപ്പാറയുടെയും വിസിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. നമ്മളങ്ങനെ തേയിലത്തോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ഫുൾ ഫാമിലി ഉണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് വാൽപ്പാറയിലാണ്. ഓട്ടോ പിടിച്ച് നമ്മൾ വാൽപ്പാറ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം. എടാ, നല്ല വഴി കൂടെ വേണം. വാൽപ്പാറ തേയിലത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വന്നതാണെങ്കിലും തേയിലത്തോട്ടമൊക്കെ ഒരു രക്ഷയില്ല മക്കളെ. നല്ല വെയിലാണ്. ആരാണ് ഇവിടെ മഞ്ഞുണ്ടെന്ന് പറഞ്ഞേ? അവരെ ഞാൻ ഇപ്പൊ കണ്ട ശരിയാക്കും. എന്നെ കൂളിംഗ് ഗ്ലാസ് തരുമോ? ഞാൻ വെറുതെ അവിടുന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തോളൂ തട്ടി. ആ, പിന്നെ തിരിച്ച് നമ്മൾ മലക്കപ്പാറ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബസ് 5:10 അതുവരെ വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്കൊരു ചായ കുടിക്കണമെന്ന് വെച്ചു. ഇവിടെ നല്ല ഹോട്ടൽ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വിറക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത്. തണുപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. 5:30 ബസ്സിൽ കയറിയിട്ട് കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. മെയിനായിട്ട് വരുന്നത് ഇതുപോലെ കാട്ടുപോത്തും ആനയും അങ്ങനെ മൃഗങ്ങളെല്ലാവരെയും കാണാൻ പറ്റുമെന്ന് പറയുന്നത്. ഞാനെന്തായാലും പകുതി ഉറക്കത്തിൽ കാരണം ആകെ ഒരു കാട്ടുപോത്തിനെ മാത്രമേ കണ്ടുള്ളൂ. ഇങ്ങനെയുള്ള മൃഗങ്ങൾ വന്ന സമയത്ത് കണ്ടക്ടർ നമുക്ക് ഇതുപോലെ ടോർച്ച് അടിച്ചു തരും. നമ്മൾ കണ്ടാൽ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.